എല്ലാവർക്കും വൈറ്റ് പീനട്ട് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഓട്സ് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. എപ്പോഴും ഓട്സിൽ പാൽ ചേർത്ത് നമ്മൾ കഴിക്കാറുണ്ട്. എന്നാൽ ഇന്ന് നമുക്കൊരു വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കി നോക്കിയാലോ? ഓട്സും മുട്ടയും പാലും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി വളരെ ടേസ്റ്റിയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമാണ്. ഈ റെസിപ്പിക്ക് വേണ്ടി ആദ്യമായി ഒരു ചെറിയ കപ്പിൽ 2 കപ്പ് ഓട്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നീട് അതിലേക്ക് ഏകദേശം ഒരു 400 to 500 ml പാൽ ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ പച്ചപ്പാലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പാല് ചൂടാക്കിയും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് 2 മുട്ട ബീറ്റ് ചെയ്യാതെ ചേർത്ത് കൊടുക്കാം. അതുകൂടാതെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ 3 ടേബിൾ സ്പൂൺ, ഉണക്കമുളക് പൊടിച്ചത് 2 ടേബിൾ സ്പൂണും, സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്ന ചീസ് 2-3 ടേബിൾ സ്പൂണും, 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. നെയ്യ് ചേർക്കുന്നത് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുന്നതിന് വേണ്ടിയാണ്. എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കുക. പിന്നീട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഓയിൽ യൂസ് ചെയ്യുമ്പോൾ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർക്കുന്നതാണ് ഉചിതം. എണ്ണ ചൂടായി വരുമ്പോൾ ചതച്ചെടുത്തിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ നിറമായാൽ കലക്കി വെച്ചിരിക്കുന്ന മിക്സ്ചർ ചേർത്ത് ഒരു അപ്പം ചുടുന്നത് പോലെ പാനിൽ ഒഴിച്ച് പരത്തിയെടുക്കുക. പിന്നീട് അതിന് മുകളിലായി കറുത്ത എള്ള് വിതറിക്കൊടുക്കാം. നിങ്ങൾക്കിത് മൂടി വെച്ചോ മറിച്ചിട്ടോ വേവിച്ചെടുക്കാവുന്നതാണ്. ഇരുവശങ്ങളും നന്നായി വെന്ത് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. സ്വാദിഷ്ടമായ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറായി കഴിഞ്ഞു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. See you with another video. Thanks for watching.